അല്ലെങ്കിൽ 6 വയസ്സുകാരിയെ രണ്ടാനമ്മ കൊലപ്പെടുത്തിയ സംഭവം ദുർമന്ത്രവാദമല്ല എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയാണ്. പ്രതി ഇന്ന് ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കും. 11 മണിക്ക് തെളിവെടുപ്പിനായി വീട്ടിൽ എത്തിക്കും. സ്നേഹമോൾ നയനാനുണ്ട് വിവരങ്ങളുമായി. സ്നേഹ, എന്തിനു വേണ്ടി ഈ കൊടും ക്രൂരത ചെയ്തു? ഇപ്പോൾ ദുർമന്ത്രവാദമാണോ എന്ന സംശയമൊക്കെ ആദ്യം ഉണ്ടായി. എന്തിനു വേണ്ടിയാണ് എന്നത് മനസ്സിലാവുന്നുണ്ടോ? തീർച്ചയായും രതീഷ്, ഈ അജാസ് ഖാനും രണ്ടാം ഭാര്യ അനീഷയും ഇവർക്ക് ഒരു 1.5 വയസ്സുള്ള കുട്ടിയുണ്ടായിരുന്നു. തുടർന്ന് അനീഷ ഇപ്പോൾ രണ്ടാമതും ഗർഭിണിയാണ്. ഇവർക്കിടയിൽ ഈ 6 വയസ്സുകാരി വന്നതാണ് ഏറ്റവും ഈ കൊലപാതകത്തിന് ഇടയായ സാഹചര്യം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതായത് നിരന്തരം ഇവർ തമ്മിൽ ഈ കുട്ടിയെ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് അനീഷ അജാസ് ഖാനുമായി കലഹത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതായത് ആ മുറിയിലായിരുന്നു 6 വയസ്സുകാരിയും തുടർന്ന് ഇവരുടെ അജാസ് ഖാന്റെയും രണ്ടാം ഭാര്യ അനീഷയുടെയും 1.5 വയസ്സുള്ള കുട്ടി കിടന്നുറങ്ങിയിരുന്നത്. ഇവിടെയാണ് കുട്ടിയെ ചലനമറ്റ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ഈ 1.5 വയസ്സുകാരി കുട്ടി അജാസ് ഖാനെ വിവരമറിയിക്കുകയായിരുന്നു. അജാസ് ഖാൻ വന്നു നോക്കുമ്പോൾ കുട്ടി ചലനമറ്റ് കിടക്കുന്നു. തുടർന്ന് അജാസ് ഖാൻ ഈ നാട്ടുകാരെ, വാർഡ് മെമ്പറെയും ഒക്കെ വിവരമറിയിച്ചു. ഇവരാണ് ഈ പോലീസിനെ വിവരമറിയിച്ചത്. അപ്പോൾ തന്നെ കുട്ടി മരിച്ചു എന്ന സ്ഥിരീകരണമാണ് ഉണ്ടായത്. ഇപ്പം നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും ആ കുട്ടിയുടെ ചെരുപ്പൊക്കെ കിടക്കുന്നത്. ഇത് ഏറെ വേദന തോന്നിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. അതായത് ആദ്യഘട്ടത്തിൽ ദുർമന്ത്രവാദം എന്നുള്ള സംശയമൊക്കെ ഉന്നയിച്ചിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ വ്യക്തതയൊന്നും വന്നിട്ടില്ല. അതിന് കാരണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ കുട്ടികളെ മറ്റൊരു മുറിയിൽ മാറ്റിക്കിടത്തുന്നത് എന്ന് നാട്ടുകാരൊക്കെ ചോദിച്ചപ്പോൾ ഈ അജാസ് ഖാൻ പറഞ്ഞിരുന്നത് ഇടയ്ക്ക് തൻ്റെ രണ്ടാം ഭാര്യ അനീഷ ചില അസ്വസ്ഥതകളൊക്കെ പ്രകടിപ്പിക്കുമായിരുന്നു. ബാധ പോലെയുള്ള തരത്തിലൊക്കെ ഉള്ള സ്വഭാവങ്ങളൊക്കെ കാണിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഈ ദുർമന്ത്രവാദം എന്ന നിലയിൽ സംശയമൊക്കെ ഉന്നയിച്ചിരുന്നത്. ആദ്യം നിരന്തരമായി കുഞ്ഞിനെ ഉപദ്രവിച്ചിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനിടയിൽ ഇപ്പോൾ മരണവും സംഭവിച്ചിരിക്കുന്നു. സ്നേഹയാണ് ആ വിവരങ്ങൾ നൽകിയത്.